രാവിലെ ഒരു 6:10 വിളിച്ചു, കാരണം ഇന്ന് സ്കൂൾ തുടങ്ങിയല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ചായക്ക് വെള്ളം വെച്ചപ്പോൾ പൊടിയൊക്കെ ഇട്ടു. പിന്നെ ചായ റെഡിയായി. അത് കഴിഞ്ഞ് പത്തിരി ആട്ടോ ഉണ്ടാക്കിയത്. അതിന് പൊടി വാട്ടി. അപ്പോൾ ഞാനത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യക്കൂട്ടം ഭയങ്കര കരച്ചില്ല. അങ്ങനെ ആദ്യക്കൂട്ടം എൻ്റെ നേരെ മുമ്പിലിരുത്തി. ആദ്യക്കൂട്ടം രാവിലെ അമ്മനെ ബുദ്ധിമുട്ടിക്കുക അല്ലേ, പോയി കിടന്നുറങ്ങാതെ. ആദ്യം ഇങ്ങോട്ട് നോക്കൂ. ആദ്യക്കുട്ടൻ രാവിലെ തന്നെ നേരത്തെ നീച്ചുണ്ട്. ചേച്ചി നേരത്തെ നീക്കുന്നതിന് പകരം ആദ്യക്കുട്ടാണ് നേരത്തെ നീച്ച്. ചേച്ചി ഇപ്പോഴും നല്ല ഉറക്ക, സമയം 6:45. ഒരു 7 മണിക്ക് അമ്മക്കുട്ടി നീറ്റു. ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പുതിയ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അല്ല, അപ്പോൾ ഒന്ന് സോപ്പിട്ടൊക്കെ എണീപ്പിച്ചു. അപ്പം ഇന്ന് രാവിലെ തന്നെ പത്തിരിയും ചെറുപയറുകറിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മുറ്റം നല്ല ഒരു തെളിച്ചം, കാരണം കുറച്ച് ദിവസം മഴയൊക്കെ പെയ്ത് ആ ഒരു ആറി നല്ലൊരു വെളിച്ചം, നല്ലൊരു എന്താ പറയുക, ഒരു മണ്ണിൻ്റെ ഒക്കെ മണം, നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് രാവിലത്തെ ആ ഒരു മുറ്റം, ഒരു ആകാശം, ആ ഒരു മരങ്ങൾക്കിടയിലൂടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ അല്ലേ, നമുക്ക് സ്കൂളിൽ പോകുന്നതിന് സങ്കടമുണ്ടോ സന്തോഷമുണ്ടോ? സന്തോഷം. പെട്ടെന്ന് പോകുമ്പോൾ സങ്കടമില്ല. ഇന്ന് ഇവിടെ ആരെ കളിക്കാൻ പോവുക? എൻ്റെ ആദ്യക്കുട്ടനെ നന്ദി സ്കൂൾ കൊണ്ടേ. ആദ്യക്കുട്ടൻ കുറേ ഉറങ്ങും, കുറേ കളിക്കും ഒറ്റയ്ക്ക്. ഇങ്ങോട്ട് നോക്കടാ ആദ്യം. ഇന്ന് സ്കൂളിൽ ഫുഡൊക്കെ ഉണ്ടാവും, അപ്പോൾ വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ അമ്മക്കുട്ടി റെഡിയാണ് കേട്ടോ. ബാഗിൽ ഒരു ബുക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ. ചാച്ചാച്ച പോവാ. അമ്മക്കുട്ടി 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മക്കുട്ടി വീണ്ടും സ്കൂളിലേക്ക്. അമ്മക്കുട്ടി, ഞങ്ങൾക്ക് ആരാ അമ്മക്കുട്ടി കളിക്കാനൊക്കെ ഉണ്ടാവുക? എൻ്റെ ആദ്യക്കൂട്ടം നോക്ക്, ഇപ്പം കിടന്നുറങ്ങും, ആരും കളിക്കാനില്ലെങ്കിൽ. അമ്മക്കുട്ടി മഴ കൊണ്ടാണോ അമ്മക്കുട്ടി ഷൂ ഒന്നും ഉണ്ടാഞ്ഞത്? കാരണം അതിൽ ഫുള്ള് ചളിയാവും. മഴക്കാലമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഷൂവും സോക്സൊക്കെ ഇട്ട് സുന്ദരിയാവും എന്ന് വിചാരിക്കുന്നു. പുതിയ ബാഗ് ഒക്കെ പുതിയതാ. യൂണിഫോം ഒക്കെ പുതിയതല്ലേ. ഇന്ന് ആദ്യക്കുട്ടനുണ്ടല്ലേ നമ്മളെ കൂടെ ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട്. ആദ്യക്കുട്ട ആരെങ്കിലും ആവട്ടെ, നമ്മളെ നോക്കിക്കണ്ട. അപ്പം നമ്മളെ ബസ് ഇവിടെയാണ് കേട്ടോ നിർത്തുക. നമ്മൾ ബസ് ഒരു 9:15 ബസ് വരുന്നതാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണേ. പുറത്തേക്ക് എവിടേക്കെങ്കിലും പോയി ആദ്യക്കുട്ടിന് ഭയങ്കര ഒരു കളി കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ചെരുപ്പ് ഷൂവും കൂടി ഇട്ടപ്പോൾ. അപ്പോൾ ഇതാണ് അമ്മക്കുട്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ, സാൻവിക. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ബസ് കയറാൻ വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ബസ് 9:15 ഒക്കെ ആകുമ്പോൾ ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ അവർ ബസ് കയറിയിട്ട് ആദ്യക്കുട്ടാ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് 2 മാസം ഒരുപാട് ഒച്ചയും ബഹളവും ഭയങ്കര തല്ലുപിടിക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ എന്താ പറയുക, ഭയങ്കര മിസ്സിങ് ആയിപ്പോയി, ഭയങ്കര സൈലൻ്റ് ആയിപ്പോയി വീട്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ അമ്മയുണ്ട് ആ ചക്ക മുറിക്കണം, കുറച്ച് ചക്ക എടുത്തു. അത് കഴിഞ്ഞിട്ട് പച്ചച്ചക്ക ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് അത് പുഴുങ്ങാൻ വേണ്ടി വെച്ചു. അങ്ങനെ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് ഒരു 4 വിസിൽ മതിയാവും, കാരണം ചക്കക്കുരു ഇടുന്നുണ്ടല്ലോ. അപ്പോൾ 4 വിസിലൊക്കെ മതിയാവും. ഇത് വെന്തിട്ടുണ്ടെങ്കിൽ കുക്കറിൻ്റെ അടിയിലേക്കൊക്കെ പോയി സെറ്റാവും കേട്ടോ. അങ്ങനെ അത് റെഡി. തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകം ഇട്ടിട്ട് നന്നായിട്ട് തേങ്ങ അരച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുക. നന്നായിട്ട് ഇത് തിളപ്പിക്കാൻ വെക്കുക. നല്ല മിക്സ് ചെയ്തിട്ട് എന്നിട്ട് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പില ചേർക്കുക കേട്ടോ. ആദ്യക്കുട്ടിന് ഇത് ഭയങ്കര ഇഷ്ടമായി, കാരണം ആദ്യക്കുട്ടി അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആളല്ല. അപ്പോൾ ഇത് ചക്ക ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മക്കുട്ടി ക്ലാസ്സിൽ അമ്മക്കുട്ടിക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസ്സിലേയും കഴിച്ചു. എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടോ ജി? ആ ചക്ക നോക്ക്, രസമുണ്ടോന്ന് അല്ലേ? അടിപൊളിയാ. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടോ. മീനില്ലാത്തതിനെ കൊണ്ട് ഞങ്ങൾ പച്ചക്കറിയും ഈ ചക്കപ്പുഴുക്കും മൃഗത്തിന് ഉണക്കലും പപ്പടമൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂളിൽ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സയൻസ് ഉണ്ട്, അതിൽ പ്ലേ ബുക്ക് ഉണ്ട്, മലയാളം, മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു സംസ്കൃതത്തിനാണല്ലോ കേട്ടോ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ട്. ഇതൊക്കെ പൊതിയൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ വേണം. ടൈം ടേബിൾ കിട്ടിയിട്ടില്ല, അപ്പോൾ അത് കൂടി കിട്ടിയിട്ട് സെറ്റായിട്ട് പോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, സീ യു.